കളിക്കുന്നത് രണ്ടുപേരെയും വെച്ചിട്ടാണ് നമ്മൾ ബോട്ട് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഓക്കെ ലെറ്റ്സ് ഗോ. ഇതിൽ കുറേ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് വായിക്കേണ്ടതായിരിക്കും. നമ്മൾ പ്രോ പ്ലെയറാണ്. ഞാൻ കുറേ പ്രാവശ്യം കളിച്ചിട്ടുണ്ട്, ബട്ട് രണ്ടുപേരെയും വെച്ച് ഞാൻ ഫസ്റ്റ് ടൈം എസ്കേപ്പ് ആവുന്നത്. മുമ്പ് ഒരിക്കൽ എസ്കേപ്പ് ആയിട്ടുണ്ട്, ബട്ട് ഓർമ്മയില്ല കേസ് നേരെ. ഡേ 1 റിവെഞ്ച് ഡേ. എന്നെ ഒരുപാട് പ്രാവശ്യം ഗ്രാൻഡ് ഓട്ടിച്ചിട്ട് തല്ലിയിട്ടുണ്ട്. അതിൻ്റെ റിവെഞ്ച് ഞാൻ എടുക്കും. നമുക്ക് വേഗം തീർക്കണം കേട്ടോ ചലഞ്ച്. പെട്ടെന്ന് നമുക്ക് ചലഞ്ച് തീർക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവിടെ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് നൈസായിട്ട് ഇവിടെ വന്ന് ഒളിഞ്ഞ് നിൽക്കണം. അപ്പം 2 മാരണങ്ങളും ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരും. സൈഡിലേക്ക് നിന്നില്ലെങ്കിൽ നമ്മളെ കാണാം. ഓക്കെ, നമുക്കൊരു സൈഡ് നിൽക്കാം. 2 മാരണങ്ങളും താഴേക്ക് ഇറങ്ങി വരട്ടെ. അയ്യോ ഗ്രാൻഡ് എനിക്ക് ഗ്രാൻഡ് പേ കണ്ടാൽ പേടിയാട്ടോ, എന്താണെന്നറിയില്ല. ഗ്രാനി യെസ് പപ്പ ഒന്ന് വേയുമ്പോൾ ഗ്രാനി ലാഗ് അടിപ്പിക്കുക കേട്ടോ. കടവളെ ഓടിക്കോ, കൊച്ചും മണിയടിച്ചു. ഇപ്പം ഗ്രാൻഡ് ഇങ്ങോട്ട് വരും. സ്റ്റൺ ഗട്ട് എനിക്ക് ആദ്യം വേണ്ട സ്റ്റൺ ഗൺ ആട്ടിട്ട് 2 അടിച്ച് ഉറക്കണം. അല്ല ഒരു പരിപാടി നടക്കുന്നത്. ഇതൊന്നും തട്ടിയിടല്ലേ, ഗ്രാനി ഇങ്ങോട്ട് കെട്ടിയെടുക്കും. ഇവിടെ എന്താ ഗ്ലാസ് ഫ്യൂസ്, എനിക്ക് തിന്നാനാണ് ഗ്ലാസ് ഫ്യൂസ്. നല്ല പിന്നെ സ്റ്റൺ ഗൺ കിട്ടി. സ്റ്റൺ ഗൺ കിട്ടിയണം മക്കളെ. ഞാൻ ഈ ഫോണിൻ്റെ ഈ ഒരു സംഭവം ഒന്ന് റെഡിയാക്കട്ടെ. എനിക്ക് നേരെ കളിക്കാൻ പറ്റുന്നില്ല. ഭാഗ്യരായി പരിപ്പോടെയും ചായയും തരാം സമയം കിട്ടുവാ. കളിന്തി ഇങ്ങോട്ട് വരുമല്ലോ. ഇതാണ്ട പരത്തക്കളവൻ എന്നാ പിടിച്ചോ. അയാളുടെ ഒരു സിയു എന്താ നീനെ കണ്ടത് തിന്ന നീയല്ലേ? അല്ല പിന്നെ അനിന്തി വരുമല്ലോ. ൊറായി കിളവനെ അടിച്ചത് വരും ഗ്രാനി. മറ്റേ ജസ്റ്റ് തന്നെ അങ്ങ് തൂക്കിയനെ കിടക്കുന്നവളെ. അയ്യോ അപ്പാപ്പ സെക്യൂരിറ്റി ചെയ്യുന്ന വന്നേ. അപ്പാ പോയി. അയ്യോ ആക്കി പോയി. കിളവന് മുമ്പൂടെ കിളവൻ തല തിരിഞ്ഞ് ഇങ്ങനെ ഉണ്ടല്ലോ. ബ്രഞ്ച് കിട്ടി. ഓക്കെ നമുക്ക് ഒക്കെ കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിടാം കേട്ടോ. ഞാനിപ്പോൾ സ്പോണാ പറയുന്നു. ഇതിവിടെ ക്രോബാർ ഇരിപ്പുണ്ട്. നമുക്കിതിന് ആവശ്യം പാഡ്ലോക്കി നമുക്കൊക്കെ സ്പീഡപ്പായി ചെയ്യണം കേട്ടോ. നമ്മൾ കാരണം ഗ്രാൻഡ് പെപ്പോണെങ്കിൽ സ്പോണാവും. ഓക്കെ, നമുക്ക് വേഗം പരിപാടികളൊക്കെ ചെയ്യണം. മാറങ്ങോട്ട് ക്രോബാർ നമുക്ക് വേഗം എടുക്കട്ടെ. ഇതുവഴി നമുക്ക് പോകാൻ നൈസായിട്ട്. ഒരു വരാറായാൽ നമുക്ക് അങ്ങനെ വല്ല സെറ്റ് പോണി അടിപൊളിയായിരുന്നു. അല്ലെ വല്ല നോട്ടിഫിക്കേഷൻ കണക്കെ നീരണമെന്നില്ല. ഇത് നമ്മളെ എങ്ങനെ കൊടുക്കാം എന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല. ഇവിടെ ഹെലികോപ്റ്റർ ഇമ്മാനുവൽ ഉണ്ട്. എനിക്കൊന്നും തിന്നാനാണ് ഹെലികോപ്റ്റർ ഇമ്മാനുവൽ. ഗ്രാൻഡ് ഇപ്പോൾ അവിടെ സ്പോണായതുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ഇവിടെ എങ്ങാണ്ട് ഗ്രാൻഡ് സ്പോണാവുന്നതാണ്. സൂക്ഷിച്ച് കളിക്കണം. കുശിക്ക് ചാടാം നമുക്ക്. ചാടി ഗൈസ് ഇത് ഭയങ്കര ഒരു ഇതാട്ടോ. കൊച്ചും മണി അടിച്ചു. മിക്കവാറും ഗ്രാനി ഇപ്പം അങ്ങോട്ട് കൂട്ടാം. ബോട്ടിക്ക് എന്തൊരു തിന്നാനാ ബോട്ടിക്ക്. ഇതാണ്ട കൊച്ചുമോൻ. നമുക്കിവിടെ നിൽക്കാട്ടോ. ഗ്രാനി ഇപ്പം മിക്കവാറും ഇങ്ങോട്ട് വരും. ഒന്നുകൂടി ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും നോക്കാം. അതിൻ്റെ അടിയിൽ നമുക്കിവിടെ ബ്രഞ്ച് കൊണ്ട് ടൈറ്റ് ആക്കാനുള്ളൂ. കൊച്ചുമോനെ പൂശ ഗ്രാൻഡ് പേക്കും കലിപ്പാവും. 2 മണിക്കാറായുണ്ട് കേട്ടോ. ഈ വേസം തട്ടിയിടാം. വേണ്ടത് ഗ്രാൻഡ് നിന്ന പിടിച്ചോ. എന്നെ കണ്ട എനിക്ക് പുല്ലാണ്. അയ്യോ ഗ്രാനിയുടെ അണ്ണാക്കിലോട്ട് ഞാൻ പോയി വീഴും തോന്നുന്നു. ഗ്രാനി എന്തി പിടിച്ചതല്ലേ. ഇപ്പോഴും ഇങ്ങനെ കളവൻ്റെ ആറ് അയ്യോ ഞാൻ ഫ്രണ്ടിക്ക് കിളവൻ
കാണാൻ വെച്ചിട്ടേക്ക് ഉപ്പക്കളവ് മഞ്ഞ് പോയിന് തൊള്ളം കിടക്കുന്നുള്ളേ. നമുക്കിനി കട്ടിങ് പ്ലെയേഴ്സ് വേണം, കുറേ സാധനം വേണം. ഡോർ ഹാൻഡിലൊക്കെ ഇവിടെ എവിടെയോ ഉണ്ട്. ഡോർ ഹാൻഡിൽ കിട്ടി. എല്ലാ ഐറ്റംസ് ഇപ്പം തന്നെ വേഗം കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഹാൻഡ് വീൽ വേണം, ഹാൻഡ് വീലൊക്കെ മേലെയാണ് ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേഗം സെറ്റ് ചെയ്ത് പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം സ്കിപ്പ് ആകാൻ പറ്റും. ഇനി ആകെ കുറച്ച് ഐറ്റംസും കൂടെ മതി. നമുക്ക് ഇനി ആകെ കട്ടിങ് പ്ലെയർ വേണം. നമുക്ക് കട്ടിങ് പ്ലെയർ ഹാൻഡ് വീലുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. വേഗം എസ്കേപ്പ് ആവും, വേഗം സഡൻ എസ്കേപ്പ്. ഓ കട്ടിങ് പ്ലെയർ, ലെറ്റ്സ് ഗോ. പരിപാടി തീർന്ന് നമുക്ക് മേലെ പോയി ഹാൻഡ് വീൽ എടുക്കാം ഗൈസ്. നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ എസ്കേപ്പായി. രണ്ടെണ്ണത്തിനെയും കൊണ്ട് ഒരു ഉപകാരമില്ല, നമ്മളിപ്പോൾ എസ്കേപ്പ് ആവും. താഴേക്ക് ചാടി. ഞാൻ അങ്ങനെ വെറുതെ എസ്കേപ്പ് ആവില്ല ഗൈസ്, രണ്ടെണ്ണത്തിനെയും പൂശിയിട്ട് ഞാൻ ഇവിടെ പോകുള്ളൂ. അതൊക്കെ അത്രയുള്ളൂ. പക്ഷെ 2 മിനിറ്റ് കഴിയാറായി, എനിക്ക് പേടിയാവാൻ തുടങ്ങി. ആരേലും ഇവിടുന്ന് സ്പോണായ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇതാണ് ഗൈസ് ഒരു കുഴപ്പം. ശരിക്കും നമുക്കിപ്പോൾ എസ്കേപ്പ് ആവും, നമുക്ക് എല്ലാ ഐറ്റംസും ആയി. പക്ഷെ അത് വേഗമായിപ്പോയില്ലേ, ഒരുപാട് വേഗമായിപ്പോയി. കണ്ണെടുക്ക്. യെസ്, ഇനി വാ ഗൈസ്, ഇനി നമുക്ക് ഇവരൊന്ന് പൂശിയിട്ട് പോകാം. നമ്മൾ എന്തായാലും നമ്മളെയും ഒരു പ്രാവശ്യം പോലും നോഡെത്ത് ചലഞ്ചും കൂടി ആയിരുന്നു ഗ്രാൻഡ് പോയത്. കേട്ടോ ഇനി എന്നെ കണ്ട എനിക്ക് പുല്ലാണ് കേട്ടോ. ഞാനെന്തി കള്ളച്ചേ അതാ വരുന്നു. ഇന്നാ പിടിച്ചോ, ഞാൻ അവിടുന്ന് പോവാട്ടാ. അല്ല പിന്നെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 നോ ഡെത്ത് ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ശരി, ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നമ്മൾ 7 മിനിറ്റ് കൊണ്ട് എസ്കേപ്പായിട്ട്. ദേ പാവം ഗ്രാനി ഇങ്ങനെ ഇപ്പം വായും പൊളിച്ച് നോക്കി നിൽക്കണം. ഒച്ചടോ ടേറ്റാ, പാവം ഗ്രാൻഡ്പ. ഗ്രാനി ചാപ്റ്റർ 2 ഫ്രണ്ട് ഡോർ എസ്കേപ്പ് നോ ഡെത്ത് ചലഞ്ച് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഇൻട്രോ നമുക്ക് പറയാനായിട്ട് പറ്റിയില്ല, ക്ലിപ്പ് നമ്മുടെ ഇന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്രോ പറയാമെന്ന് വിചാരിച്ചത്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.